കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളത്തിൽ ഏറ്റവുമധികം ലൈംലൈറ്റിൽ നിൽക്കുന്ന രണ്ടുപേരാണ് റിനിയാൻ ജോർജും ഷഹനാസും. രണ്ടുപേരും കോൺഗ്രസ് പ്രവർത്തകരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും വാർത്തകളിലിടം നേടിയ ഇവർ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണ ഭയന്നാണ് രണ്ടുപേർക്കും നിരുപാധികം പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ വളരെയധികം വിമർശനങ്ങൾ കോൺഗ്രസ് അണികളിൽ തന്നെയുള്ളവർ ഇവർക്കെതിരെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഒരു നിരീക്ഷണം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇന്ന് കോൺഗ്രസ് പാർട്ടി പൊതുസമൂഹത്തിൽ അപമാനിതനായി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. രാഹുലിനെതിരെ പാർട്ടിയിൽ പല സ്ത്രീകളും പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ആ പരാതി കൈകാര്യം ചെയ്തില്ല. പരാതികൾ അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ രാഹുലിനെ ശക്തമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് താക്കീത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ രാഹുൽ അയാളുടെ തെറ്റ് തിരുത്തിയേനെ. കൂടാതെ ഈ സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിലിറങ്ങി പാർട്ടിയെ അപമാനിക്കേണ്ട കാര്യവുമില്ലായിരുന്നു. ഷഹനാസ് ആയിക്കോട്ടെ, റിനിയാൻ ജോർജ് ആയിക്കോട്ടെ, അവർ ഇരുവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്നു. അവരുടെ പോരാട്ട വീര്യത്തെ കുറച്ചു കാണുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പിന്റെ വക്കിലായിട്ട് പോലും രാഹുലിനെതിരെ പൊതുസമൂഹത്തിലിറങ്ങി ചങ്കൂറ്റത്തോടെ സംസാരിക്കാൻ അവർ കാണിച്ച ധൈര്യം എല്ലാവർക്കും മാതൃകയാണ്. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. അത് MLA ആയാലും മന്ത്രി ആയാലും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുമെന്ന് വിശ്വസിച്ചിരുന്ന പലരും ഉണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായി മാറുമായിരുന്നു എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഞാൻ. കാരണം ഒരു രാഷ്ട്രീയക്കാരന് അടിസ്ഥാനപരമായി വേണ്ടത് അനുകമ്പയാണ്. പണ്ടുകാലത്ത് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ രാഷ്ട്രീയത്തിലിറങ്ങിയത് അവർക്ക് പണമുണ്ടാക്കാനും പദവി നേടാനും വേണ്ടിയല്ല, മറിച്ച് സമൂഹത്തിനു വേണ്ടിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സമൂഹത്തിനു വേണ്ടി രാഷ്ട്രീയത്തിലിറങ്ങിയവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവർക്കും വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ് ലക്ഷ്യം. രാഹുൽ മൂലം തന്റെ ഭാവി നശിപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. തെറ്റാണെങ്കിൽ പോലും ഷാഫിയിൽ നിന്നും ചെറിയൊരു മാതൃക പഠിക്കാനുണ്ട്. സ്വന്തം കൂട്ടുകാരൻ അപകടത്തിലായിട്ടും തള്ളിപ്പറയാത്ത ആ മനസ്സ് ആരും കാണാതെ പോകരുത്. ഏതായാലും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MLAയ്ക്കും രാഹുൽ മാങ്കോട്ടത്തിലിനും എല്ലാവിധ ആശംസകളും.